ഹലോ ഗൈസ്, ഏവർക്കും നമ്മുടെ പ്രമി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ, അത് ചെറിയൊരു ടിപ്സ് മോഡലാണ് പറയാൻ പോകുന്നത്. എന്താണെങ്കിൽ നമ്മൾ നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ടാണ് അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ ലക്ഷറി വണ്ടികൾ ഇറക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ എടുക്കേണ്ട മുന്നേ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു സിമ്പിളായിട്ടുള്ള ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കാൻ. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. എന്തുകൊണ്ടാണെങ്കിൽ കൂടുതൽ എമൗണ്ട് മുടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെ ടിപ്സ് എന്നുള്ളത് അതിലേക്ക് കടക്കാം. ഈ കാണുന്ന വണ്ടി ഒരു അന്യ സംസ്ഥാന വണ്ടിയാണ്. ഇതിപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ഒരു 2 മാസമായി. അപ്പോൾ 2 മാസമായിട്ട് എടുത്ത് ചെറിയ ചെറിയ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വണ്ടി ഫുൾ നല്ല കണ്ടീഷനിലാണ്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ എടുക്കേണ്ട മുന്നേ എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്ത് ആ ടിപ്സാണ് ഇപ്പോൾ നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണെങ്കിൽ, നമ്മളെന്തായാലും സാധാരണക്കാർ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഫസ്റ്റത്തെ പോയിൻ്റ് നല്ലൊരു ഡീലറെ കണ്ടെത്താം. നല്ലൊരു ഡീലറെ കണ്ടെത്താണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങളെ ഏരിയയിലുള്ള ഒരു 2-3 ഡീലർമാരടുത്ത് ഒരു വണ്ടീൻ്റെ ഇപ്പോൾ ഇത് Q3 ആണെങ്കിൽ Q3ൻ്റെ ഡീറ്റെയിൽസ് മാത്രം, ഒരു 2016 ആ റേഞ്ചിലുള്ള വണ്ടീൻ്റെ അമൗണ്ട് നിങ്ങൾ ഒരു 2-3 ഡീലർമാരടുത്ത് എത്ര എമൗണ്ട് ആയതുകൊണ്ട് വണ്ടി പോയി കാണാം. കണ്ടിട്ട് ആ വണ്ടീൻ്റെ റേറ്റ് അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഡീലറാണ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് തരാനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഡീലർ ആദ്യം കണ്ടെത്തുക. ഒരു ബെസ്റ്റ് ഡീലറെ കണ്ടെത്തിയതിൻ്റെ ശേഷം നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വണ്ടി ഏതാണ് ആദ്യം സെലക്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് ഒതുങ്ങിയ ഒരു വണ്ടിയാണ് Q3. പിന്നെ ഈ വണ്ടി ഞങ്ങൾ എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ ഗ്ലാസ് എന്തെങ്കിലും ചേഞ്ച്. നിങ്ങൾക്ക് വണ്ടീൻ്റെ അതിൻ്റെ RC കാണുമ്പോൾ തന്നെ വണ്ടീൻ്റെ ഇയർ അറിയാൻ പറ്റും. ഹിസ്റ്ററി ഒന്നും നമ്മൾ എടുത്തിട്ടല്ല പോകുന്നത്. ജസ്റ്റ് നമ്മൾ പോകുമ്പോൾ കണ്ണുകൊണ്ടെന്ന് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ നോക്കുക. എല്ലാ ഗ്ലാസിൻ്റെയും സൈഡിൽ നോക്കിയിട്ട് അതിൻ്റെ ഇയർ ഉണ്ടാവും. അപ്പോൾ വണ്ടീൻ്റെ മാനുഫാക്ചറിങ് ഇയറും ആ ഗ്ലാസിൻ്റെ ഇയറും സെയിമാണ്, ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടീൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ലീക്കോ കാര്യങ്ങൾ വണ്ടീൻ്റെ ക്രാങ്ക് കേസിൻ്റെ ആ ഭാഗത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വണ്ടീൻ്റെ ഓയിൽ കാര്യങ്ങൾ ക്ലിയർ ആണോ, പിന്നെ അതിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കത്തുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാനും, അതിൻ്റെ ഒപ്പം വൈപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് ബെറ്ററാണ്. വല്ല സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ ഇഞ്ചൻ റൂം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ജോയിൻറ്റ്സ് നോക്കാം. ജോയിൻറ്റ്സിൽ എന്തെങ്കിലും ഗമ്മോ കാര്യങ്ങളോ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ വണ്ടി തട്ടിയതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ കാണുന്നതൊക്കെ കമ്പനി പഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ വർക്കൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതേപോലെ ബോണറ്റിൻ്റെ ആ ജോയിൻറ്റ്സൊക്കെ ശ്രദ്ധിക്കുക. ആ കമ്പനീൻ്റെ ഗമ്മൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ വണ്ടി ഫ്രണ്ടിൽ തട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയ ഒരു എളുപ്പമാർഗ്ഗം. അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റ്സൊക്കെ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഗമ്മോ പുറത്തുനിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഓയിൽ ഗേജിന് ഓപ്പൺ ചെയ്തിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് പുക എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇഞ്ചൻ കുറച്ച് പഴക്കമുള്ളതാണ്, മീൻസ് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ടാണ് മനസ്സിലാക്കുക. എന്താണെങ്കിൽ ഓയിൽ ഇഞ്ചൻ ഓവർ ഹീറ്റാകുമ്പോഴാണ് അതിലൂടെ പുകയൊക്കെ വരിക. പിന്നെ അതേപോലെ ഈ സ്റ്റിക്കൊക്കെ ഊരിയിട്ട് അതിൻ്റെ ഓയിലിൻ്റെ ഇത് ചെക്ക് ചെയ്യുക, ഓയിൽ കൂടുതൽ കട്ടിയുണ്ടോ ഇല്ല എന്നൊക്കെ. അതിപ്പോൾ എന്തായാലും വണ്ടി വിൽക്കാൻ നേരത്തെ ഒരു ഓയിൽ മാറ്റി വയ്ക്കും, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊന്നും നല്ലതാണ്. പിന്നെ അടുത്തത് എന്താണെങ്കിൽ, ഈ ടയറിൻ്റെ കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് വണ്ടി എടുക്കുമ്പോഴും ടയർ ഇമ്പോർട്ടൻ്റ് ആണ്. ടയർ തേയ്മാനം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടീൻ്റെ റേറ്റിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. 4 ടയർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഇതിൻ്റെ ഒപ്പം സ്റ്റെപ്പിനീൻ്റെ ഡീറ്റെയിൽസും കൂടി കാണും. സ്റ്റെപ്പിനി ഉണ്ടോ, അതിൻ്റെ ടൂൾസ് കിറ്റ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. മാക്സിമം വണ്ടി എടുക്കുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇതിൻ്റെ ടൂൾസ് കിറ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ളത്, ഈ 2 ഏരിയയിലാണ് ഉണ്ടാവുക. കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മെയിനായിട്ട് ചെക്ക് ചെയ്യുക, ഉണ്ടോ ഇല്ലയെന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എമർജൻസി സമയത്ത് ആകെ ബുദ്ധിമുട്ടാവും.
പിന്നെ അടുത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡോർസിൻ്റെയും ബോണറ്റ് ഡിക്കി അതിൻ്റെയൊക്കെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഗ്യാപ്പ് ക്ലിയർ ആണ്, മുകളിലും അടിയിലും എല്ലാ ഭാഗം ക്ലിയർ ഗ്യാപ്പാണെന്ന് ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് കൂടുതലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം തട്ടിയിട്ടുണ്ടാകും എന്തായാലും വണ്ടി. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടി ഫ്ലഡിൽ പെട്ടിട്ടുണ്ടോയെന്ന് നമുക്ക് അറിയേണ്ടതാണ്. അത് അറിയാൻ സിമ്പിളായിട്ടുള്ള കാര്യം ഈ ബീഡിങ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബീഡിങ് ഒക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ ഗ്യാപ്പിൽ റെസ്റ്റ് കയറിയിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് ഇവിടെ വരുന്ന ഈ ബീഡിങ് കാര്യങ്ങളൊക്കെ എന്താണ് ഫ്ലഡ് എഫക്റ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ റെസ്റ്റ് കയറിയിട്ടുണ്ടാവും. കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നല്ലൊരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് അയച്ച് ചെക്ക് ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ഈ ടിപ്സൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ട ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ എന്തെന്തൊക്കെ അറിയേണ്ടതെന്നുള്ള ഒരു ടിപ്സ് മാത്രമാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഫ്രണ്ട്സിന് വണ്ടി എടുക്കാൻ പോയപ്പോൾ അവർ കാട്ടിയത് എന്താണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ 4 ഗ്ലാസും പൊക്കിയിട്ടിട്ടാണ് ഒരു വണ്ടി ഓടിക്കുക. അങ്ങനെ ആകുമ്പോൾ പുറത്ത് എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കേൾക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഗ്ലാസ്സൊക്കെ താത്തിയിട്ടിട്ട് വേണം നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് നോക്കണം. ഓടിക്കുമ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ടത്തെ വീലിൽ നിന്ന് സൗണ്ട് എന്തെങ്കിലും ബാരിങ് പോയിൻ്റെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാകും. പിന്നെ അതേപോലെ ഒരു നല്ല റോഡ് അല്ലാണ്ട് ഓഫ് റോഡിൽ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയിൽ ഓഫ് റോഡിൽ ഓടിക്കാൻ പറ്റും. ഹൈറ്റ് കുറവുണ്ടെങ്കിൽ ഓഫ് റോഡൊന്നും ഓടിക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് കയറ്റ ഇറക്കമുള്ള റോഡിലൊക്കെ ഓടിച്ച് നോക്കിയിട്ട് വല്ല സസ്പെൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വല്ല ക്രാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗണ്ട് വരുന്നുണ്ടാവും. പിന്നെ വണ്ടി അത്യാവശ്യം 10-60-70 സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ വണ്ടി വെട്ടിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് പിടിക്കണില്ലെങ്കിൽ അല്ലെങ്കിൽ പിടിക്കുന്ന സമയത്ത് വണ്ടിയിൽ എന്തെങ്കിലും വോബ്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡിസ്കിനും അതിനൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ അതേപോലെ വണ്ടി സ്പീഡ് ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാരിങ് പോയിൻ്റെങ്കിൽ അതിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കുകയും ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ റേറ്റിൽ മാക്സിമം നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും വണ്ടി ഒരു നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി സ്കാൻ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൂടുതലും സെൻസർ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയിലാണ്. അപ്പോൾ സെൻസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് ചെയ്യേണ്ട കാര്യം സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടോ ഒരു സ്കാനിങ് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു സെൻസർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ ലക്ഷറി വണ്ടികളൊക്കെ ഒടുക്കത്തെ റേറ്റാണ്. അപ്പോൾ അതൊക്കെ സ്കാനിങ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. വണ്ടി ലിഫ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ അടിയിൽ എഞ്ചിൻ്റെ അടിയിൽ ഇതൊരു പാഡ് ഉണ്ടാവും. അത് ചളി കയറാതിരിക്കാൻ വേണ്ടി പാഡ് അഴിച്ചതിൻ്റെ ശേഷം നമുക്ക് അടിയിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ, പൊട്ടൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഓയിൽ ലീക്ക് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ബാക്ക് വീലും ഫ്രണ്ട് വീലൊക്കെ ഒന്ന് പിടിച്ച് ഇളക്കി നോക്കാൻ പറയാം. അത് മെക്കാനിക്കിന് അറിയാം, എന്നാലും ഞാനൊരു ഐഡിയ പറയാണ്. അത് ഇളക്കുമ്പോൾ അതിൻ്റെ ബാരിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലോണം പ്ലാൻ ഉണ്ടാവും. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മാറ്റാൻ അതിൻ്റെ ഇല്ലയെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതേപോലെ വണ്ടീൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ വല്ല ഡാമേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ റസ്റ്റ് കയറിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വണ്ടീൻ്റെ റേറ്റിൽ കോംപ്രമൈസ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കണേ വേണ്ടെന്നുള്ള ഒരു ഐഡിയയും കിട്ടും. നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകുക. എന്തുകൊണ്ടാണെങ്കിൽ നല്ലൊരു അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉള്ള മെക്കാനിക്ക് അവരുടെ അടുത്താകുമ്പോൾ പാച്ച് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒപ്പം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വണ്ടീൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാനുള്ള മെഷീൻ ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ അതുള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും ഡെൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടി മാക്സിമം തട്ടാൻ ഫ്രണ്ട് ഏരിയയിലാണ് തട്ടുക. അപ്പോൾ ഈ ഫ്രണ്ട് ഏരിയയിൽ അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുന്ന മെഷീൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വണ്ടി ഡെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വണ്ടി തട്ടി മുട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. പിന്നെ യൂസ്ഡ് വെഹിക്കിൾസ് എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, വണ്ടീൻ്റെ ഹിസ്റ്ററി എടുക്കുക. വണ്ടീൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ട് വേണം ഏതൊരു വണ്ടിയും നിങ്ങൾ എടുക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്യേണ്ട എൻ്റെ ഒരു സജഷൻ എന്താണെങ്കിൽ,
അന്യസംസ്ഥാനത്ത് നിന്ന് ഇങ്ങനത്തെ ലക്ഷറി വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2015 ആ റേഞ്ചിലുള്ള വണ്ടി എടുക്കാൻ ശ്രമിക്കുക. എന്താണെങ്കിലും 2015 10 വർഷം ഏകദേശമായി. ആ 10 വർഷം ലെവലിലുള്ള വണ്ടികൾക്ക് മാക്സിമം ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ 2015 ശേഷം എടുക്കുക. 2015 ശേഷമുള്ള വണ്ടികൾക്കായിരിക്കും ഹിസ്റ്ററിയും ക്ലിയർ ആയിട്ട് ഉണ്ടാവുക. ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഡേറ്റും കിലോമീറ്ററും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വണ്ടി ഫുള്ളും ഷോറൂമിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ഫുൾ ഐഡിയാസ് കിട്ടും. പിന്നെ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബോൾട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാകും. അഥവാ ഇതിൻ്റെ ആദ്യത്തെ ഓണർ എന്തെങ്കിലും വർക്ക് ഉണ്ടായിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഹിസ്റ്ററിയിൽ അത് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടിൻ്റെ കണ്ടീഷൻ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ കിലോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യലുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാനുള്ള ഒറ്റൊരു മാർഗ്ഗം ഹിസ്റ്ററിയിൽ കിലോമീറ്ററും നിങ്ങൾക്ക് മീറ്ററിൽ കിലോമീറ്ററൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവർ മാറ്റിയിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി എടുക്കാൻ പറ്റും. കൊടുക്കുന്നത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് കുറഞ്ഞ എമൗണ്ട് ആണെങ്കിലും അത് നമുക്ക് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ. പിന്നെ അതേപോലെ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടി മെക്കാനിക്കിനെ കൊണ്ട് ഓടിപ്പിച്ച് നോക്കുക. എന്താണെങ്കിലും അവർക്ക് ഓടിക്കുമ്പോൾ അവർ ഓടിച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല പെട്ടെന്ന് മനസ്സിലാവും എഞ്ചിനിൽ എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ക്രാങ്ക് ബാരിങ്സോ അല്ലെങ്കിൽ പിസ്റ്റൺ പിടിക്കാനുള്ള ചാൻസസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെക്കാനിക്കിനെ കൊണ്ട് ക്ലിയർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. വണ്ടി ഓടിച്ച് നോക്കുക. ഒന്നില്ലെങ്കിൽ ഒരു 10 കിലോമീറ്ററെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അവരെ കൊണ്ട് ഫീഡ്ബാക്ക് എടുത്തിട്ട് വേണം നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ. എന്താണെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാർ ഓടിക്കുന്ന കാലം സ്ഥിരം ഈ ഫീൽഡിൽ തന്നെ ഉള്ളവർക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല അവർ ഓടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും വണ്ടീൻ്റെ സസ്പെൻഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതേപോലെ അതിൻ്റെ ബൂട്ടുണ്ട്, ഇഞ്ചൻ മാനുവലിന് പ്ലാറ്റ്ഫോമിൻ്റെ ഒപ്പം ഫിക്സ്ഡ് ചെയ്യുന്ന ഒരു ബൂട്ടൊക്കെ ഉണ്ട്. അതിലൊക്കെ എന്തെങ്കിലും തേയ്മാനം കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ഡാമേജ് ഉണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ശബ്ദം കൂടുതലുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മാക്സിമം നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് തന്നെ കാണിക്കണം. അതാകുമ്പോഴാണ് കൂടുതൽ വണ്ടീൻ്റെ കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക. വണ്ടിയിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ തേയ്മാനം കൂടുതലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിലോമീറ്റർ മാറ്റിയിട്ടുണ്ടോ ഇല്ലേന്ന് ഒരു ഐഡിയ കിട്ടും. നല്ല തേയ്മാനം ഉണ്ടെങ്കിൽ എന്തായാലും 1,00,000 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടാകും. ഇപ്പോൾ ഈ വണ്ടീൻ്റെ കിലോമീറ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 65,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വണ്ടി നമുക്ക് അത്യാവശ്യം ഉറപ്പിക്കാൻ പറ്റും ഇതൊന്ന് മീറ്റർ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഡാഷ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടോ നമ്മളൊന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ ഇത് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ സൺറൂഫ് ഉണ്ടെങ്കിൽ സൺറൂഫ് ശ്രദ്ധിക്കുക. സൺറൂഫ് എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. അതിൻ്റെ ഗിയർ ടീത്ത് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ അത് അവരവിടെ തന്നെ വാങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് റെഡി ചെയ്ത് തരാൻ പറയും. എന്താണെങ്കിൽ ഇത് നല്ല കോസ്റ്റ്ലിയാണ്. അതിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ചിലവ് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പറ്റുകയാണെങ്കിൽ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ പാഡൊന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വല്ല റെസ്റ്റോ കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ളത് നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും. സെക്കൻഡ് ഹാൻഡ് കാറല്ലേ, നമുക്ക് എന്തായാലും വാറൻറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എടുക്കുകയാണെങ്കിലും ഒരു 2-3 മാസത്തിനുള്ള വാറൻറ്റി തരുള്ളൂ. അപ്പോൾ പുതിയ വണ്ടി അല്ലാത്തതുകൊണ്ട് നമുക്ക് 3 ഇയേഴ്സ് വാറൻറ്റിയോ 5 ഇയേഴ്സ് വാറൻറ്റിയോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ച് എടുക്കുക. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഭാഗ്യം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സിമ്പിൾ ടിപ്സ് കാര്യങ്ങൾ. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. പിന്നെ മാക്സിമം നമ്മളെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം.